ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒത്തിരിയേറെ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും നമ്മൾ ഒത്തിരി പ്രാവശ്യം ഈ ചോദ്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയവരൊക്കെ ആയിരിക്കും. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും പള്ളിയിലൊക്കെ പോയിട്ടും നിനക്ക് എന്നാ കിട്ടി? എന്തിനാണ് ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്? എന്തിനാണ് നീ പള്ളിയിൽ പോകുന്നത്? പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? ഇങ്ങനെയുള്ളൊരു ചോദ്യവും ഒക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുമുണ്ടായിരിക്കും. ഇതേപോലെ ഈ ചോദ്യം തന്നെ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ഈ ലോകം ഞങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? ഈ ഒരു ചോദ്യം ഡയറക്റ്റ് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോയുടെ ഉത്തരം വളരെ ക്ലിയറാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, അതായത് എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നിങ്ങളിതെല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും, 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പറ്റിയും എല്ലാം ത്യജിക്കുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകാത്തതും നമ്മൾ അതിനുവേണ്ടി അത്ര പ്രാധാന്യം കൊടുക്കാത്തതുമൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇന്ന് വചനത്തിൽ കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, നമുക്ക് പ്രാർത്ഥിച്ചത് കൊണ്ടും ക്രിസ്തുവിനോട് ചേർന്നിരുന്നത് കൊണ്ടും എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം, ഈ ലോക ജീവിതത്തിൽ എനിക്ക് ഈശോയെ കിട്ടി. ഒരു മനുഷ്യ ജീവിതത്തിൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം വാഗ്ദാനം ചെയ്ത വ്യക്തിയാണ് ക്രിസ്തു. ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. യേശു പറഞ്ഞ കാര്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. മനുഷ്യൻ്റെ ഒരു കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്വാധീനം കൊണ്ടോ ഒക്കെ മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫലമല്ല ഇത്. അതിനേക്കാളും ഉപരി അവന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വലിയ കാര്യം ദൈവം ദാനമായിട്ട് മനുഷ്യ ജീവിതത്തിലേക്ക് നൽകുകയാണ്, നിത്യജീവൻ. അതായത് ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത്. അപ്പോൾ ഈ ലോക ജീവിതത്തിലും അതുപോലെ പ്രതിഫലം തരും. അപ്പോൾ വായിച്ചിട്ട് 1-ാമത്തെ വായനയിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നു, കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് 7 ഇരട്ടിയായിട്ട്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7 ഇരട്ടി എന്നുള്ളത് അത് 100 ഇരട്ടിയായിട്ട് നടക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്തെടുക്കുവാനും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൗതികമായ അനുഗ്രഹങ്ങൾ, ഈ ലോക ജീവിതത്തിൽ ചില ഭൗതികമായ നേട്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും തരുന്ന അനുഗ്രഹങ്ങൾ അത് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഓരോ നിമിഷവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനകളും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം, അതായത് ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ, അതായത് ഓരോ നിമിഷവും മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരും എന്നുള്ളൊരു വലിയ ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു വലിയ ഉണർവ് ലഭിക്കും. ഇന്ന് പലപ്പോഴും ജീവിതത്തിലെ ചില തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നമ്മുടെയൊക്കെ സാധ്യതകൾ, അതായത് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ചില സാധ്യതകൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അതിന് പകരമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന സാധ്യതകളെ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു വലിയ കാര്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെയൊക്കെ ഒരു വലിയ വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം എപ്പോഴും ഒരു പടി ഉയർന്നു നിൽക്കും.
ഇന്ന് പലപ്പോഴും അത്രമാത്രം ഒരു ആഴമായ വിശ്വാസത്തോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ സുവിശേഷം വെച്ച് നീട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി നമുക്ക് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആധുനിക യുഗത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും എല്ലാവിധ ടെക്നോളജിയും എല്ലാം ഇത്രമാത്രം വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് പലപ്പോഴും അതിലാണ് നമ്മുടെ ആശ്രയം. പലപ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുവാനും, അതുപോലെ തന്നെ ക്രിസ്തു നിലകൊണ്ട, ക്രിസ്തു എടുത്ത നിലപാടുകളോട് ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? സ്നേഹിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിന് വേണ്ടിയൊക്കെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്രകാരം നിൽക്കുമ്പോൾ നമുക്ക് സഹനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രിസ്തു എടുത്ത നിലപാടിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത കൈവരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യമാണ് നമുക്ക് സുവിശേഷം നമുക്ക് നൽകുക. ഇന്ന് നമ്മൾ വിശുദ്ധ കാസിമീർ എന്ന് പറയുന്നൊരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധൻ്റെ പ്രത്യേകത പോളണ്ടിലെ രാജകുമാരനായിരുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന പോളണ്ടിലെ രാജകുമാരൻ. പക്ഷെ അതെല്ലാം ക്രിസ്തുവിനെ പ്രതി ത്യജിച്ച് സാധാരണക്കാരനായി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു വിശുദ്ധ കാസിമീർ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു രാജാവിന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് നല്ല തീരുമാനമെടുത്ത് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഒത്തിരിയേറെ ആളുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മളെടുക്കുന്ന ചില നിലപാടുകൾ നമ്മളെ സഹായിക്കും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ക്രിസ്തുവിനെ സ്വന്തമായിട്ട് ജീവിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു വലിയ അഭിഷേകം ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തു എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരായി നമ്മുടെ ക്രിസ്തീയത നിലകൊള്ളുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട അഭിഷേകത്തിന് വേണ്ടി ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.